ഹലോ, ഇതെൻ്റെ ആദ്യത്തെ ബ്ലോഗാണ്. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ വലിയ ഉപകാരം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ മുംബൈ മഹാരാഷ്ട്രയിൽ വസൈ ഫോർട്ടിലാണ്. ഈ വീഡിയോ ഞാൻ ഒരു 6 മാസം മുമ്പ് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇനി ഇതിനെക്കുറിച്ച് അങ്ങ് തുടങ്ങാം. ഗുജറാത്തിൽ സുൽത്താനായിരുന്ന ബഹദൂർ ഷായുടെ സൈന്യാധിപനായിരുന്ന മാലിക് തുഗൻ എന്ന് പറഞ്ഞ ആളാണ് ഈ കോട്ട പണിയിപ്പിച്ചത്. കുറേ കാലങ്ങളായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കുമായിരുന്നു. ഇത് പിന്നെ ആൾക്കാർക്കും വിദേശികൾക്കും എല്ലാവർക്കും വന്ന് ഫോട്ടോഷൂട്ട് നടത്താനും സിനിമ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ രാത്രി പ്രേതമുണ്ട്, ബാധയുണ്ടെന്നൊക്കെ പറയും വ്ളോഗർമാർ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കോട്ടയുടെ എൻട്രി മാത്രമേ ആയിട്ട് ഫോർട്ട് കറങ്ങി കിടന്ന് കാണാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഈ വീഡിയോയിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. വാ. നല്ല ഭംഗിയുള്ളത് കൊണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ട് പോയി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് രാജാക്കന്മാരുടെ കാലത്തുള്ള ജയിലാണ് കേട്ടോ. അന്നത്തെ ജയില് ഇപ്പോഴത്തെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന സ്ഥലം കാണണമെന്നുണ്ടെങ്കിൽ രാവിലെ വരണം. രാവിലെ വന്നാലേ ഒരു വൈബുള്ളൂ. നമുക്ക് ജയിലിനകത്തോട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇത് കണ്ട ജയിലെന്ന് തോന്നത്തേ ഇല്ല. ഇത് ഇന്നലെയുള്ള ജയിലൊന്നുമല്ല. 400 വർഷങ്ങൾക്ക് മുമ്പുള്ള ജയിലാണ്. പണ്ട് കുറ്റം ചെയ്യുന്നവരെ ശിക്ഷ കൊടുത്ത് ഈ ജയിലിൽ കൊണ്ട് അങ്ങ് പൂട്ടിയിടും. പിന്നെ കുറച്ച് നേരം ഇവിടെ കറങ്ങിയെന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ നേരെ അടുത്ത സ്ഥലത്തോട്ട്. ഈ സ്ഥലം മുംബൈ സിറ്റിയിൽ നിന്ന് ഒരു 50-55 കിലോമീറ്റർ. ഞാൻ കാണിക്കാൻ പോകുന്ന രാജാക്കന്മാർ ഗൂഢാലോചന നടത്തുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ വന്നിരുന്നാണ് അവരെ ചർച്ചകളും ബഹളങ്ങളും. ഈ സ്ഥലത്ത് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ലവ് ബേഴ്സുകളൊക്കെ കാണാം. ലവ് ബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കാണുമ്പോഴത്തെ ലവ് ബേഴ്സ് കോളേജിൽ പഠിക്കുന്ന ലവ് ബേഴ്സ് അവിടെ ആയിട്ട് ഇരിക്കുന്നതാണ് ഏതെങ്കിലും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഡിസ്റ്റർബ് ഇല്ലാതെ വീഡിയോ എടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഞാൻ അടുത്ത സ്ഥലത്തോട്ട് വന്നു. അടുത്ത സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു ചർച്ചാണ് കേട്ടോ. ജോവോഡി കാസ്റ്റ് എന്ന പേരിലുള്ള ഒരു രാജാവിൻ്റെ ഉത്തരവിലാണ് ഈ പള്ളി ഇവിടെ സ്ഥാപിച്ചത്. 1546 കേട്ടോ. പിന്നെ ഈ പള്ളിക്കകത്ത് എന്തോ നിഗൂഢതകളുണ്ട്. ഞാൻ സൈഡിൽ നിന്നൊക്കെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ അകത്തോട്ടൊക്കെ കയറിയാണ്. യമണ്ടം പള്ളിയാണ് കേട്ടോ. നല്ല ഹൈറ്റും ഉണ്ട്. അകത്ത് കയറിയപ്പോൾ പേടി തോന്നിയെങ്കിലും പിന്നെ പള്ളിയല്ലേ എന്ന് കരുതി ഞാൻ അങ്ങ് സമാധാനിച്ചു. അവിടെ ഒരു പുണ്യാളന്റെ വിഗ്രഹം ഉണ്ട്. കണ്ടപ്പോൾ ആദ്യം കരുതിയ ഒരാളാണ് നിൽക്കുന്നത്. ഈ ചർച്ച് പണിതപ്പോൾ കൊണ്ടുവച്ച പുണ്യാളന്റെ വിഗ്രഹമാണ് ഇത്. ഇതുവരെയ്ക്കും ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ടേ ഇവരെ വന്നിട്ട് പിന്നെ ഒരു സെൽഫി എടുത്തില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ ഈ പള്ളിയുടെ സൈഡിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മനോഹരമായിട്ടുള്ള കെട്ടിടങ്ങൾ ഇടിഞ്ഞ് തകർന്ന് പൊളിഞ്ഞ് കിടക്കും. ഞാൻ വന്നപ്പോൾ മുതലേ ശ്രദ്ധിക്കുന്നു, ഈ കെട്ടിടങ്ങൾക്കൊന്നും മേൽക്കൂര ഇടിച്ച് കളഞ്ഞതാണോ എന്താണെന്നറിയില്ല. എന്നാലും കാണാൻ നല്ല ഭംഗി. ഞാൻ പിന്നെ അവിടെ ഇറങ്ങി ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. കുറേ നേരം അവിടെ നിന്ന് എന്നെ കറങ്ങി കേട്ടോ. പള്ളിക്ക് ചുറ്റും ഇതേപോലെ അതിഗംഭീരമായ കെട്ടിടങ്ങൾ ഇതേപോലെ പൊളിഞ്ഞു കിടക്കും. പിന്നെ അധികം ഇവിടെ കിടന്ന് വിളച്ചിലെടുക്കണ്ടെന്ന് കരുതി ഇവിടെ കുറച്ച് വീഡിയോസുകളൊക്കെ എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നിങ്ങൾ കാണാൻ പോകുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ. ഇത് ഇവിടുത്തെ സെമിത്തേരിയാണ്. ഈ വസൈ ഫോർട്ടിൽ താമസിച്ചവരും പള്ളിയിൽ സേവനം അനുഷ്ഠിച്ചവരുടെ ശവകുടീരങ്ങളാണ്. ഇവിടെ അധികം നിന്ന് കറങ്ങിക്കഴിഞ്ഞാൽ പ്രേതം പിടിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എനിക്ക് പിന്നെ പേടിയില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ മൊത്തം കറങ്ങി വീഡിയോ അങ്ങ് എടുത്തു. ഞാൻ നോക്കിയെടുത്തോളം 100-300 കല്ലറകളുണ്ട്. ഇവിടെയാണ് ഈ വ്ളോഗർമാരൊക്കെ വന്നിട്ട് പ്രേതമുണ്ട്, ബാധയുണ്ടെന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്ത് യൂട്യൂബിലിടും. ഞാൻ നോക്കിയിട്ട് ഇവിടെ ഒരു പ്രേതവും കണ്ടില്ല, ബാധയും കണ്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ, ബൈ ബൈ.